ആരും ഞെട്ടരുത്. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ. എങ്കിലും സോദര ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാ. മെഗാ തിരുവാതിര, അതിലെ ലിറിക്സ്, അതിലെ വരികൾ, അതുപോലെ തന്നെ അതിന് ശേഷം വന്ന ഈ സൂര്യൻ ഉദാഹരണം, ഇതൊക്കെ വന്നതോടുകൂടി ഇനി വർണ്ണനകൾ കണ്ടെത്തുവാനായിട്ട് കവികൾ ബുദ്ധിമുട്ടുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ചിത്രസേനൻ പറയുന്നത് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, വളരെ പെട്ടെന്ന് തന്നെ അനർഗള നിർഗളമായിട്ട് ഈ വരികൾ വന്നു എന്നാണ്. ധാരാളം വർണ്ണനകളും വന്നിട്ടുണ്ട് അതിനകത്ത്. ഫീനിക്സ് പക്ഷിയൊക്കെ ഇവിടെയും കടന്നു വന്നിട്ടുണ്ട്. ഈ വാരധിയിൽ തിരമാലകൾ എന്ന പോലെ എന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ ഒരു വേലിയേറ്റം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാവനകളുടെയും വാക്കുകൾ ചമയ്ക്കുന്നതിലുമൊക്കെ. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കോഴി മുട്ട ഇടുന്നത് പോലെ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. ക്ഷേമ പെൻഷൻ കൊടുത്ത് തീർത്തിട്ടില്ല, അതിനു മുൻപ് അതിനെക്കുറിച്ചുള്ള വർണ്ണനകൾ പോലും വന്നിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ പോലും കടന്നു വന്നിട്ടുണ്ട്. സ്വാഭാവികം. അത് മാത്രമല്ല ഇതിലൊരു രണ്ടു വരി ഇങ്ങനെയാണ്: ദുരിതപൂർണ ജീവിതം വിപ്ലവത്തിൻ പാതയിൽ, കുടുംബ ബന്ധമൊക്കെയും തടസ്സമല്ല ഓർക്കണം. വിരിഞ്ഞ പാലപ്പൂമണം വന്നാൽ കുടുംബബന്ധം തടസ്സമല്ലാതെ അതിനെ പോലും അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളെന്നാണ് പറയുന്നത്. ഒരു സിംഹമേ ഉണ്ടാവും, ജനകീയനായ ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മാത്യു കുഴൽനാടൻ്റെ അടുത്താണ്. അദ്ദേഹം ഒരു ആരോപണം സഭയിൽ പറയുന്ന സമയത്ത്, അതും ROCയുടെ ഒരു റിപ്പോർട്ടൊക്കെ ഉള്ളതാണ്, അതിനെ അധികരിച്ചുകൊണ്ടൊരു മാസപ്പടി വിഷയം പറയുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാരെ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് നിന്ന് സംസാരിച്ച ആളാണ്. അതായത് മറ്റുള്ള ആൾക്കാരുടെ ബന്ധുത്വമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള ആൾക്കാരുടെ പേരിലുള്ള അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഉന്നയിക്കാത്ത ആളല്ല ശ്രീ പിണറായി വിജയൻ. പക്ഷേ തൻ്റെ നേരെ വരുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി പറയരുത് എന്ന് പറഞ്ഞ ആളിനെക്കുറിച്ചാണ് കുടുംബ ബന്ധം ഒക്കെയും തടസ്സമല്ലേ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇദ്ദേഹം ഈ ചിത്രസേനൻ ഇത് പറഞ്ഞിരിക്കുന്നത്. അതാണോ ചെയ്യേണ്ടത്? വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത്? രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയണം. വെറുതെ വീട്ടിൽ കഴിയുന്ന ആളെ വരെ വിളിച്ച് ആക്ഷേപിക്കുന്ന നെയ്യാണോ എടുക്കേണ്ടത്? അതാണോ സംസ്കാരം? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അതേപോലെ തന്നെ ഇതിൽ വേറെ ഒരു വരിയുണ്ട്, അതെനിക്ക് വളരെ തമാശയായിട്ട് തോന്നി. അതായത് പാടവും പറമ്പു കേരമൊക്കെയും പടക്കളം, ജന്മിവാഴ്ചയെ തകർത്തു തൊഴിലിടങ്ങളാക്കിയോൻ. ഈ ജന്മിവാഴ്ചയെ തകർത്ത് അവിടെ തൊഴിലിടങ്ങളാക്കിയത് പിണറായി വിജയനാണ് എന്ന് ഇടതുപക്ഷക്കാർ പറയുകയാണ്. ഏത് ജന്മി വ്യവസ്ഥയാണ് പിണറായി വിജയൻ ഇല്ലാതെയാക്കിയത്? അത് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അല്പം മുമ്പ് ശ്രീ ഹസ്കർ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും നിരന്തരം വിമർശിക്കും, പക്ഷേ ഇടയ്ക്ക് ചില പ്രശംസയും വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത കാര്യത്തിനുള്ള പ്രശംസയാണെങ്കിൽ ഓക്കെ. മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഇതിൽ ഏത് ജന്മിവാഴ്ചയാണ് അദ്ദേഹം തകർത്ത് തൊഴിലിടമാക്കിയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്, അതിന് മറുപടി ആവശ്യമുണ്ട്. അതേപോലെ ഇതിൽ പറയുന്നുണ്ട് കൊറോണ നിപ്പയൊക്കവേ തകർത്തെറിഞ്ഞ നാടിതേ. ഈ കൊറോണയുടെ യഥാർത്ഥ കണക്കൊക്കെ പുറത്തു വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഭരിച്ച കേരളമാണ്, ഒന്നാമത് മഹാരാഷ്ട്രയുമായിരുന്നു. അപ്പോൾ ഈ കണക്കൊക്കെ തന്നെ പുറത്തു വന്നതിന് ശേഷവും യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ലാതെ ആൾക്കാർ ഈ വരികളൊക്കെ തന്നെ കോഴി മുട്ടയിടുന്നത് പോലെ ചമയ്ക്കുകയും ആൾക്കാരൊക്കെ തന്നെ ഒരു മുട്ട ഓംലെറ്റ് കഴിക്കുന്ന ലാഘവത്തോടു കൂടി അത് പാടുകയുമാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അതിൽ തന്നെ ഉരുൾപൊട്ടലിനെ പറ്റി പറയുന്നുണ്ട്. അതാണല്ലോ ഇപ്പം അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു പ്രകൃതി ദുരന്തം. അപ്പോൾ ഈ നിപ്പയും മറ്റു കാര്യങ്ങളും പ്രളയവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉരുൾപൊട്ടലിനെ പറ്റി പറയുന്നു. എന്നിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു ഉപമയുണ്ട്, വീട്ടിൽ അച്ഛൻ മക്കളെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതേപോലെ നമ്മളെയൊക്കെ നോക്കുന്നയാളാണ് എന്ന്. അപ്പോൾ ഈ ഉരുൾപൊട്ടലിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ പറയാം, ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇവിടെ കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇവിടുത്തെ ദുരിതാശ്വാസ നിധിയിലുള്ള പൈസ, അതായത് കയ്യിലുള്ള പൈസ ചെലവഴിക്കാത്തത് എന്തേ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണോ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഒരു വീട്ടിലെ അച്ഛൻ മക്കളെ സംരക്ഷിക്കുന്നത്? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന പണം അപ്പം തന്നെ ചിലവാക്കും, അതല്ലാതെ കയ്യിൽ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയില്ലേ, ഇവിടെ ആരും ഒന്നും തന്നില്ലേ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കേവല പ്രശംസയല്ല, ഇത് അധിക പ്രസംഗം എന്ന രീതിയിലത്തേക്ക് പല ആൾക്കാർക്കും തോന്നാവുന്ന തരത്തിലുള്ള കുറേയധികം ഉപമകളാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി
നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നിന്റെ ശേഷിയുണ്ടല്ലോ. സത്യത്തിൽ അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. പ്രശംസയായിരുന്നുവെങ്കിൽ വല്ലപ്പോഴും ഒരു പ്രശംസയും വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രശംസ പി ജയരാജന് വേണ്ടേ? എൻ്റെ ചോദ്യം അതാണ്. പി ജയരാജനെയും ആൾക്കാർ, നമ്മളടക്കം എത്രയോ ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനോട് താല്പര്യം തോന്നുന്ന സർവീസ് സംഘടനകളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, കുറേയധികം ആൾക്കാർ ഒരു ആർമി ഉണ്ടാക്കുന്നു. അവർ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്തുതിഗീതം ഉണ്ടാക്കുന്നു. അദ്ദേഹം കണ്ണൂരിൻ്റെ ചെന്താരകമാണ് എന്ന് പറയുന്നു. ആ പറയുന്ന സമയത്ത് അദ്ദേഹത്തിനും വേണ്ട ഒരല്പം പ്രശംസയൊക്കെ. അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. അതോ ഈ പ്രശംസയുടെ എല്ലാം ഹോൾസെയിൽ കോൺട്രാക്ട് ഒരാളിന് മാത്രം അർഹതപ്പെട്ടതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുണ്ടോ? ഞാൻ ശ്രീ ഹസ്കറിനെ ഓർമ്മിപ്പിക്കുന്നത്, തനിക്ക് ഹിതകരമല്ലാത്ത, തനിക്ക് ഇഷ്ടക്കേടുള്ള എന്തൊരു സംസാരവും വന്നു കഴിഞ്ഞാൽ ഒരു സഭയുടെ ഔചിത്യത്തിനെ പോലും പരിഗണിക്കാതെ എണീറ്റ് നിന്ന ഒരു സ്ത്രീയോട് അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം. എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.